പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഡെക്കാൻ ബ്രാൻഡിൻ്റെ ഡെക്കാൻ ബ്രാൻഡിൻ്റെ 1 HP ഒരു ഓപ്പൺവെൽ സബ്മേർസിബിൾ പമ്പിനെ കുറിച്ചാണ്. ഇവർക്ക് ആക്ച്വലി 1 HPയിൽ തന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട്, പല പല മോഡലുകളുണ്ട്. അതിൽ ഇവരുടെ പ്രീമിയം റേഞ്ചിൽ വരുന്ന DTH10 എന്ന് പറഞ്ഞ ഒരു മോഡൽ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ തൊട്ട് എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ മോട്ടറിൻ്റെ ബോഡി ലെങ്ത് കണ്ട് പലരും ഇവിടെ വരുന്ന പലരും നമ്മുടെ ഡിസ്പ്ലേ ചാനലുള്ളത് കൊണ്ട് പലരും ചോദിക്കുന്ന ഒരു സംശയം ഇത് 1 HP തന്നെയാണോ എന്നുള്ളതാണ്. കാരണം ഇത് ഒറ്റ ലുക്കിൽ തന്നെ വളരെ ഹെവി ആയിട്ട് തോന്നുന്ന, ഭയങ്കര ഹെവി ആയിട്ട് ഭയങ്കര ലെങ്തി ഒരു കോർ ലെങ്ത് ഒക്കെ വരുന്ന ഒരു പമ്പാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഡെക്കാൻ്റെ ഈ പ്രീമിയം മോഡൽ 2 വേരിയൻസിലാണ് വരുന്നത്. ഒന്ന് 1/2 HP, മറ്റൊന്ന് 1 HP. ഇതിൻ്റെ 1/2 HPയുടെ ഹെഡ് റേഞ്ച് നോക്കുകയാണെങ്കിൽ മിനിമം ഹെഡ് 7ഉം മാക്സിമം ഹെഡ് 21ഉമാണ്. അത് 7ാമത്തെ മീറ്ററിൽ 10,500 ലിറ്റർ വെള്ളം ഒരു മണിക്കൂറിലും 21ാമത്തെ മാക്സിമം ഹെഡിൽ 3000 ലിറ്ററുമാണ് അതിൻ്റെ ഡിസ്ചാർജ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ സൈഡിലിരിക്കുന്ന ഈ 1 HP മോഡൽ, അത് 5 മീറ്റർ തൊട്ട് 30 മീറ്റർ വരെ ഉപയോഗിക്കാവുന്ന പമ്പാണ്. അത് 5ാമത്തെ മീറ്ററിൽ 12,000 ലിറ്ററും മാക്സിമം ഹെഡായ 30 മീറ്ററിൽ പോലും 3000 ലിറ്ററും ഡിസ്ചാർജ് കിട്ടുന്ന ഒരു പമ്പാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രത്യേക മോഡലിനോട് ഇത്ര താല്പര്യം എന്ന് ചോദിച്ചാൽ മെയിൻലി 2 കാരണങ്ങളാണ്. അതിലെ ഏറ്റവും ആദ്യത്തെ മെയിൻ പോയിന്റ്, ഇത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും യൂസ് ചെയ്യാം. അതായത് നമ്മൾ കാണുന്ന പോലെ ഇതുപോലെ ഹൊറിസോണ്ടലായിട്ടും ഇത് കുത്തി നിർത്തിയിട്ട് ഈ ഹുക്കിൽ ഹാങ് ചെയ്തിട്ട് ഇത് വെർട്ടിക്കലായിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു പമ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മെച്ചം വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈൻ കാരണം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും യൂസ് ചെയ്യാം. പല പമ്പുകളും, നമ്മുടെ നോർമൽ റേഞ്ചിൽ വരുന്ന പല ഹൊറിസോണ്ടൽ പമ്പുകളും മെയിനായിട്ട് കംപ്ലയിൻറ്റ് വരുന്നതിൻ്റെ ഒരു കാര്യം ബുഷ് കംപ്ലയിൻ്റ് ആണ്. ഈ ബുഷ് കംപ്ലയിൻറ്റ് വരാനുള്ള മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ബാലൻസ് അല്ലാതെ ഒരു സൈഡ് കുത്തിക്കിടക്കുകയോ അങ്ങനെ അൺബാലൻസ്ഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ മോട്ടറിന് ഏറ്റവും കൂടുതൽ വരുന്ന കംപ്ലയിൻറ്റ്. അപ്പോൾ അതിന് ബുഷിന് കംപ്ലയിൻറ്റ് വന്നിട്ട് അതിൻ്റെ പ്ലേ കൂടി പമ്പ് അതിൻ്റെ ഫ്രണ്ടിൽ ഒരഞ്ഞ് അങ്ങനെ മോട്ടർ പയ്യെ പയ്യെ കത്തിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പമ്പ് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും യൂസ് ചെയ്യാൻ പറ്റും എന്നതുകൊണ്ട് തന്നെ ഇത് പയ്യെ ചെരിഞ്ഞ് കിടന്നാലോ മറിഞ്ഞ് കിടന്നാലോ ഒന്നും അതിനൊരു കംപ്ലയിൻറ്റ് വരില്ല. അപ്പോൾ ഈസി ആയിട്ട് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാൾ സെറ്റ് ചെയ്താൽ പോലും അതിന് കംപ്ലയിൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ഒന്നാമത്തെ മേജർ പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ പമ്പ് ഒരു 5 മീറ്റർ മുതൽ 30 മീറ്റർ വരെ ഹെഡ് റേഞ്ച്, അതായത് ഒരു വൈഡ് ഹെഡ് റേഞ്ച് ഉള്ള പമ്പാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇപ്പോൾ മിക്കപ്പോഴും എല്ലാവർക്കും പറ്റുന്ന ഒരു കേസ്, ഇപ്പോൾ നമ്മളൊരു പെര പണിയാൻ നേരത്ത്, ഒരു വീട് പണിയാൻ നേരത്ത് നമ്മൾ തുടക്കത്തിലേ ഒരു മോട്ടോർ വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ ഈ പെര പണിയുടെ സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു മാക്സിമം ഒരു 7 മീറ്ററോ 8 മീറ്ററോ 10 മീറ്ററോ ഒക്കെ ആഴമുള്ള കിണറിൽ നിന്ന് നമ്മൾ ലെവലിൽ നിരപ്പിനെ ആയിരിക്കും ആ മോട്ടോർ പമ്പ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരാൻ നേരത്ത് മിക്ക സ്ഥലങ്ങളിലും സംഭവിക്കുന്നത് ഈ ലോ ഹെഡിൽ അടിച്ചിട്ട് നമ്മുടെ ഹെഡ് കൂടിയ, നോർമലി എല്ലാം 30 മീറ്ററൊക്കെ ഹെഡ് വരുന്ന പമ്പുകൾ ഒരു 14 മീറ്ററൊക്കെ ആയിരിക്കും അതിൻ്റെ മിനിമം ഹെഡ് റേഞ്ച്. അപ്പോൾ നമ്മൾ ഈ തൊട്ടടുത്ത് ചാടിക്കുക വഴി ആ പമ്പ് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബുഷിന് കംപ്ലയിൻറ്റ് വരും, പമ്പ് പെട്ടെന്ന് കംപ്ലയിൻറ്റുകൾ വരും. അപ്പോൾ പെരപണി കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ വീട് പണി തീരാറാകുമ്പോഴേക്കും ആ മോട്ടറും ഒരു തവണയെങ്കിലും മാറുന്ന അവസ്ഥയിലാണ് അത് വരാറ്. അപ്പോൾ ഈ ഒരു പമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഹെഡ് 5ഉം മാക്സിമം ഹെഡ് 30ഉം വരാൻ നേരത്ത് നമ്മൾ തൊട്ടടുത്ത് ചാടിച്ചാലോ മേളിലേക്ക് അടിക്കേണ്ട വന്നാലോ ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ എങ്ങനെ യൂസ് ചെയ്താലും ഈ പമ്പിനൊരു കംപ്ലയിൻറ്റ് വരില്ല. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ മേജർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നമുക്ക് അടുത്തത് ഇതിൻ്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കാം. ഇതിൻ്റെ കറണ്ട് കൺസംഷൻ മറ്റ് കാര്യങ്ങളൊക്കെ നെയിം പ്ലേറ്റിൻ്റെ ഡീറ്റെയിൽ വായിച്ച് നോക്കാം. ഇതിൻ്റെ നെയിം പ്ലേറ്റ് എല്ലാവരും സാധാരണ മോഡലിൻ്റെ പോലെ മേളിൽ നോക്കിയാൽ കാണില്ല, ഇതിൻ്റെ പുറകിലാണ് ഇതിൻ്റെ നെയിം പ്ലേറ്റ് വരുന്നത്. ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ഓപ്പൺവെൽ സബ്മേർസിബിൾ പമ്പ് സെറ്റ് സിംഗിൾ ഫേസ് ആണ്. ഇത് ആക്ച്വലി 3 ഫേസിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. സിംഗിൾ ഫേസിലും 3 ഫേസിലും അവൈലബിൾ ആണ്. മിനിമം 0.6 മീറ്റേഴ്സെങ്കിലും വാട്ടർ ലെവൽ ഉള്ളിടത്താണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. മോഡൽ DTH10 ആണ്. ഇതിൻ്റെ റേറ്റഡ് ഹെഡ് 22 മീറ്റർ ആണ്. ഇതിൻ്റെ HP 0.7 kW, HP 1 HP. ഇതിൻ്റെ ഒരു ഡിസ്ചാർജ് നമ്മുടെ റേറ്റഡ് ഹെഡിൽ 2.5 LPS ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേജ് 1 ആണ്. അതിൻ്റെ ഡെലിവറി സൈസ് 1 ഇഞ്ച് ആണ്. ഓവറോൾ എഫിഷ്യൻസി കൊടുത്തിരിക്കുന്നത് 30% ആണ്. ഹെഡ് റേഞ്ച് ഇതിൽ 16.5 to 25 ആണ് ഇതിൽ ഹെഡ് റേഞ്ചിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കിത് 5 മീറ്റർ മുതൽ 30 മീറ്റർ വരെ യൂസ് ചെയ്യാവുന്ന ഒരു പമ്പാണ്. പിന്നെ CSR കപ്പാസിറ്റർ സ്റ്റാർട്ട് ആൻഡ് റൺ ആണ്. റേറ്റഡ് RPM കൊടുത്തിരിക്കുന്നത് 2850 ആണ്. 7.5 ആംപിയർ ആണ് ഇത് മാക്സിമം എടുക്കുന്ന കറണ്ട്. പിന്നെ അതിൻ്റെ സീരിയൽ നമ്പർ, ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇയർ 2020 ആണ്. ഡെക്കാൻ പമ്പ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അവരാണത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് നെയിം പ്ലേറ്റിൽ നിന്ന് കിട്ടാനുള്ളത്. പിന്നെ അതിൻ്റെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകം വാട്ടർ ഫിൽഡ് മോട്ടർ ആയതുകൊണ്ട് കോഷൻ കൊടുത്തിട്ടുണ്ട്. വെള്ളം ഫില്ല് ചെയ്യാതെ ഈ പമ്പ് ഒരിക്കലും യൂസ് ചെയ്യരുത്. പമ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വൈൻഡിങ്ങിന് കംപ്ലയിൻറ്റ് വരും. പിന്നെ അതിൽ ന്യൂ കണക്ഷൻ ഡയഗ്രാം കാര്യങ്ങൾ
എല്ലാ ഡീറ്റെയിലും അതിൽ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഇതൊരു പ്രത്യേക രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ്. നമ്മൾ ഏത് വെള്ളത്തിലിടുന്ന സബ്മർസിബിൾ പമ്പ് നോക്കിയാലും അതിൻ്റെ സെക്ഷൻ ഫ്രണ്ടിലായിരിക്കും ഒരു സെക്ഷൻ ബെൻഡ് നിർത്തിയിട്ട് ആ ഒരു സിസ്റ്റമാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ സെക്ഷൻ വരുന്നത് ഈ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ്. നമ്മുടെ വെർട്ടിക്കൽ പമ്പെല്ലാം വരുന്ന രീതിയിൽ ഈ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് അതിൻ്റെ സെക്ഷൻ വരുന്നത്. ഇതിൽ വെള്ളം ഒഴിച്ച് നിറയ്ക്കുന്നത്, ഇതൊരു വാട്ടർ കൂൾഡ് പമ്പാണ്. ഇതിൽ വെള്ളം ഒഴിച്ച് നിറയ്ക്കുന്നതാണെങ്കിലും ഇതിൻ്റെ അകത്താണ്. ഞാനത് കുറച്ച് നേരത്തിനുള്ളിൽ നെറ്റ് അഴിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കാണാനാണെങ്കിലും ഒരു നല്ലൊരു ഹെവി ലുക്ക് തരുന്ന, അടുത്തത് പറയേണ്ട മെയിൻ കാര്യം ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചാണ്. ഇതൊരു 12,500 മുതൽ 13,500 ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു 1 HP സബ്മർസിബിൾ പമ്പാണ്. അതപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ച് ആവണമെന്നില്ല, എന്നാൽ ഇതിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. സ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ NRIs ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പമ്പ് കൂടുതലും സെലക്ട് ചെയ്യുന്നത്. അത് ചെയ്യാനുള്ള മെയിൻ കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെയാണ്, അതൊരു വൈഡ് റേഞ്ചിൽ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഹെഡ് കാൽക്കുലേഷനിൽ ഒട്ടും തന്നെ ഐഡിയ ഇല്ലെങ്കിലും ഒരു റഫായിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ പോലും ഈ പമ്പ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ മേജറായിട്ടുള്ളൊരു മെയിൻ അട്രാക്ഷൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സാധാ പമ്പുകളിൽ വെള്ളം നിറയ്ക്കുന്ന പോലെ ഇതിൻ്റെ പ്ലഗ് നെറ്റ് നമുക്ക് കാണാൻ പറ്റില്ല, അത് ഈ നെറ്റിൻ്റെ ഉള്ളിലാണ്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ 2 സ്ക്രൂ വെച്ചിട്ട് ഈ സ്റ്റെയിനർ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെയിനർ നമുക്ക് അഴിച്ചു മാറ്റാം. ഓക്കെ, സ്റ്റെയിനർ അഴിച്ചു മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നെട്ടുണ്ട്, ഇതേപോലെ ഒരു നെറ്റ് അപ്പുറ സൈഡിലും ഉണ്ട്, നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു നെറ്റ് ഉണ്ടാവും. ഈ 2 നെറ്റുകൾ അഴിച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ വെള്ളം ഒഴിച്ച് നിറയ്ക്കുക, അപ്പുറ സൈഡിൽ കൂടെ വെള്ളം നിറഞ്ഞു വരും. അങ്ങനെയാണ് ഇതിൽ വെള്ളം ഫില്ല് ചെയ്യേണ്ടത്. ഇതിൽ വെള്ളം ഫില്ല് ചെയ്യാനായിട്ടൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കുനിയിൽ പോലത്തെ ഒരു സിസ്റ്റം അവരുടെ കയ്യിലുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കുനിയിൽ ഇതാണ് അവരുടെ പാക്കേജിൽ വരുന്ന സാധനങ്ങൾ. അതായത് വാറണ്ടി പേപ്പർ, നമുക്ക് അതിൻ്റെ വയറ് ജോയിൻ്റ് ചെയ്യാനുള്ള ഒരു ഗമ്മ് വരുന്നുണ്ട്, ഒരു ഇൻസുലേഷൻ ടൈപ്പ്, ഇത്രയും സാധനങ്ങളാണ് അതിൻ്റെ പാക്കേജിൽ വരുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കുനിയിൽ. ഇതും ഞാൻ വേറൊരു കമ്പനിക്കും കണ്ടിട്ടില്ല, നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഇത് ഇതേപോലെ നമ്മൾ ആ നെറ്റ് അഴിച്ച് മാറ്റിയിട്ട് അതിൻ്റെ മേളിൽ വെച്ച് ഇതേപോലെ ഇതിൽ കൂടെ നമുക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാം. കാരണം ഇത് അകത്തായതുകൊണ്ട് നമുക്കൊരു കപ്പിലോ മറ്റോ വെള്ളം ഒഴിച്ച് നിറയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള, എന്താ പറയുക, വളരെ കാണുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നൊരു ഡിസൈനാണിത്. ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കാൻ നേരത്ത് പലരുടെയും സംശയം മറ്റ് പല പ്രമുഖ ബ്രാൻഡുകളും ഇതിലും റേറ്റ് കുറവിൽ പമ്പുകൾ വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും ഉയർന്നു വരും. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമില്ലാത്ത നിങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ വാങ്ങുന്ന പല ബ്രാൻഡുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് 7,000 രൂപയായിരിക്കാം, ചിലപ്പോൾ 8,000 രൂപയായിരിക്കാം, ചിലപ്പോൾ 10,000 രൂപയായിരിക്കാം. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യം, നിങ്ങൾ എന്ത് സാധനങ്ങളും നമുക്ക് പല പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്ത് പ്രൈസ് റേഞ്ച് കൊടുത്തും നമുക്ക് സാധനങ്ങൾ വാങ്ങാം. പക്ഷേ നമ്മൾ ആ കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ള ആ മൂല്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് തിരിച്ച് കിട്ടണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ മുടക്കുന്ന 7,000-ഉം 8,000-ഉം ഒക്കെ, എന്താ പറയുക, ഒരു 4,000 രൂപയുടെ 5,000 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പമ്പിൻ്റെ പോലും മൂല്യമില്ലാത്ത വെറുതെ ഒരു പരസ്യങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾ വാങ്ങുന്ന പല പമ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റും നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യമുള്ള ഒരു പ്രൊഡക്റ്റുമാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ ഈ പ്രൈസ് റേഞ്ച് എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല, എങ്കിലും കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, തീർച്ചയായിട്ടും വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു പ്രൊഡക്റ്റുമാണ്. ഇനി ഇതിൽ ഒരു മാറ്റം എന്ത് വരുത്തണമെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ 3 മീറ്റർ കേബിളും, പിന്നെ ഇതിൻ്റെ ഹുക്കും. അത് ഓൾറെഡി, ഈ ഹുക്കിൻ്റെ കാര്യം ഓൾറെഡി ഞാൻ കമ്പനിയിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ബാച്ച് തൊട്ട് ഈ ഹുക്ക് കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള SS ടൈപ്പ് ഹുക്കാണ് അവർ ഇടാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ കേബിള് 3 മീറ്റേഴ്സേ ഉള്ളൂ. അധികം എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആൾക്കാർ ഫിറ്റ് ചെയ്യാൻ നേരത്ത് ഈ കേബിളിൻ്റെ ജോയിൻറ്റ് നമ്മൾ ആദ്യം കാണിച്ച റബ്ബർ ടൈപ്പ് വെച്ചാണ് ജോയിൻറ്റ് ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നാൽ ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെയാണ് നമ്മൾ ബോർവെല്ലിൻ്റെ പമ്പിൻ്റെ എല്ലാം കണക്ഷൻ കൊടുക്കുന്നത്. അതെല്ലാം വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളാണ്. എങ്കിലും ഒരു ഓപ്ഷനായിട്ടെങ്കിലും ഇതൊരു 10 മീറ്റേഴ്സ് കേബിൾ വെക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കമ്പനിയുടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജഷനായിട്ട് എടുക്കാം. കഴിയുമെന്നുണ്ടെങ്കിൽ ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു റേഞ്ചിൽ ഒരു 13,000-13,500 രൂപയൊക്കെ മുടക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു 10 മീറ്റർ കേബിളിൻ്റെ എക്സ്ട്രാ പൈസ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ വഴിയില്ല. അപ്പോൾ നിങ്ങൾക്കതൊരു ഓപ്ഷനായിട്ടെങ്കിലും അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഈ സെയിം മോഡൽ തന്നെ നമ്മുടെ യൂട്യൂബ് കണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത പല കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങളിൽ ഒരാൾ ഈ വീഡിയോ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് തന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും.
ഞാനൊരു പരിധി വരെ എനിക്കിപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് പലപ്പോഴും നേരത്തെ പോലെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഏതൊരു സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് അതിൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുന്ന ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്കിപ്പോൾ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് കാണുന്നുണ്ടെങ്കിൽ ഈ സെയിം പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തതോ നിങ്ങൾ വേറെ എവിടെ നിന്ന് പർച്ചേസ് ചെയ്ത ആരെങ്കിലും ഈ പമ്പ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പമ്പിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം നിങ്ങൾ അതിൻ്റെ താഴെ കമൻ്റായിട്ട് എഴുതുമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. പല നല്ല സാധനങ്ങളും നിങ്ങൾ പേര് കേൾക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ വാങ്ങാത്തത്. അപ്പോൾ നിങ്ങളിലേക്ക് ആ പേരെത്തിക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ കൂടെ ഞാൻ ഇതുകൊണ്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എൻ്റെ കൂടുതൽ ഇതേപോലത്തെ പുതിയ പ്രോഡക്ട്സ് നമുക്ക് പരിചയപ്പെടാം, നമുക്ക് കൂടുതൽ എക്സ്പെരിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.